ബൈക്കിന്റെ ഫ്രണ്ട് ഫോക്സ് നമുക്ക് എങ്ങനെ ബെറ്റർ ആയിട്ട് കീപ്പ് ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ഫ്രണ്ട് ഫോക്സിന്റെ മെയിൻ്റെനൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഫോക്സ് മാത്രമല്ല, ഇതിന് കൂടെ വരുന്ന കുറച്ച് കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വണ്ടിയുടെ ഫ്രണ്ട് ആൻഡ് ഫീൽ നമുക്ക് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്ത് എൻജോയ് ചെയ്ത് ഓടിക്കാൻ പറ്റും. അപ്പോൾ അതിൽ ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോൺസെപ്റ്റ് തന്നെയാണ്. കോൺസെപ്റ്റ് നല്ല രീതിയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. കോൺസെപ്റ്റിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ബൈക്കിന്റെ ടോട്ടൽ കൺട്രോൾ മാത്രമല്ല ഫ്രണ്ട് ആൻഡ് ഫീൽ ഒന്നും നമുക്ക് കിട്ടൂല. നമ്മൾ നന്നായിട്ട് ഇതിന്റെ ഫ്രണ്ട് കോൺസെപ്റ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഇപ്പോൾ R15 വരുന്ന കോൺസെപ്റ്റ് സ്റ്റോക്ക് വരുന്നതിൽ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട്. പെട്ടെന്ന് കംപ്ലൈന്റ് ആവുന്നതായിട്ട് ഒരുപാട് ഓണേഴ്സ് പറയുന്നത് ഞാൻ കേട്ടു. എനിക്കും പെട്ടെന്ന് കംപ്ലൈന്റ് ആയിപ്പോയി. അതുകൊണ്ട് തന്നെ നമുക്കതിന് എന്ത് സൊല്യൂഷൻ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ മുമ്പ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചാനൽ ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. പിന്നെ നെക്സ്റ്റ് പോയിന്റ് ഫോർക്ക് ഓയിൽ സീൽസ് ആണ്. ഈച്ച് ടൈം നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്യുന്ന സമയത്ത്, അതായത് ഫോർക്ക് ഓയിൽ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഓയിൽ സീൽ കംപ്ലൈന്റ് ആണെങ്കിലും അല്ലെങ്കിലും മാറ്റി വിടുന്നതാണ് നല്ലത്. കാര്യം ഇപ്പൊ നമ്മൾ കംപ്ലൈന്റ് അല്ല, നമുക്ക് കുഴപ്പമില്ല, പഴയ തന്നെ ഇട്ട് നമ്മൾ പുതിയ ഓയിൽ വെച്ച് ഓടിക്കുകയാണ്. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അത് കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഫുള്ള് പിന്നെ റീപ്ലേസ് ചെയ്യണം, കൂടുതൽ നഷ്ടമാണ്. ഫ്രണ്ട് ഫോക്സ് ഓയിൽ മാറ്റുന്ന സമയത്ത് ഈ ഒരു ഫോർക്ക് ഓയിൽ സീലും കൂടെ മാറ്റുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം.